തൃശൂർ ദേശീയപാത മുരിങ്ങൂരിൽ ഇന്നലെ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞു. ഇതോടെ സമീപത്തെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. അശാസ്ത്രീയ നിർമ്മാണമാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ട് ഇത് മാറ്റം വരുത്തണമെന്നും ചില നിർദ്ദേശങ്ങളുമൊക്കെ നൽകിയിരുന്നു. എന്നിട്ടും ഈ കാര്യങ്ങൾ, ആ തൽസ്ഥിതി അങ്ങനെ തന്നെ തുടരുന്നത് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? ഇതിപ്പോൾ ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് ഈ ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് ഈ കാന ഇടിയുന്നത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ ഭാഗത്ത് കാന ഇടിയുക മാത്രമല്ല, ഇവിടെ ഈ കാനയിലൂടെ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ പോകാത്തത് മൂലം വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ തന്നെ ദുരിതത്തിലാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്നത് ഈ ഭാഗത്തുകൂടിയാണ്. ഈ ഭാഗത്തൂടെ ഒഴുകി വരുമ്പോൾ നേരെ തൊട്ടടുത്ത് ഈ വീടുകളുടെ അകത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കാനയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മുതലാണ് കാന ആരംഭിക്കുന്നത്. പക്ഷേ ഇത് അവസാനിക്കുന്നതിന് ഒരു വെള്ളം ഒഴുകി പോകാനായ ഒരു ഇടം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വീട്ടുകാരൊക്കെ തന്നെ അതിന്റെ ദുരിതം അനുഭവിക്കുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഭാഗത്ത് വെള്ളം നിറയുകയാണെങ്കിൽ വാഹനങ്ങളൊക്കെ തന്നെ വെള്ളം വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഈ വെള്ളം മുഴുവൻ ഈ വീടുകളുടെ ഒക്കെ അകത്തേക്കാണ് പോകുന്നത്. ചേട്ടാ, ഇതിന്റെ അകത്തേക്കാണോ ഈ ചെളി ഉൾപ്പെടെ വരുന്നത്? അതെ അതെ അതെ. ഇതിന്റെ ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് താഴ്ന്ന സ്ഥലം. ഇവിടെയാണ് അവിടെ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം കംപ്ലീറ്റ് വന്ന് സ്റ്റോറാവുന്നത് ഇവിടെയാണ്. ഈ കാനയിൽ ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകുന്നില്ല. അത് കംപ്ലീറ്റ് മണൽ വന്ന് അടഞ്ഞിരിക്കുകയാണ്. അത് അവരോട് പറഞ്ഞു ഈ സാധനം ക്ലീൻ ചെയ്യാൻ. അവരൊന്നും അതിനെപ്പറ്റി ഒരു മെമ്പർ വന്നു, പുള്ളി വന്നു, ഒന്നും വന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യം നമുക്കുണ്ടായിട്ടില്ല. ഇവിടെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം വന്നാൽ ഇത് ഫുള്ള് വെള്ളമായിരുന്നു. കാർപോർച്ച് വണ്ടികളെല്ലാം മുങ്ങിപ്പോയി. ഇവിടെ ഇന്നലെയും പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളം വന്നു കഴിഞ്ഞിട്ട് പിന്നെ വണ്ടികൾ പോകുമ്പോഴുള്ള വെള്ളം കംപ്ലീറ്റ് അടിച്ച് തെറിക്കണം. ഇവിടേക്ക് ഏകദേശം ഒരടി കൂടുതൽ വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്ത് കിടക്കായിരുന്നു. ഇത് ഫ്ലോ പോകുന്നില്ലേ വെള്ളം അവിടേക്ക്. ഇവിടെ ചെളി ഉൾപ്പെടെ അകത്തേക്ക് വരും. ചേച്ചിയുടെ വീട് അവിടെയാണോ? വീടിന്റെ അകത്തേക്ക് വെള്ളം കയറാണ്? ഇല്ല അല്ലേ? വീടിന്റെ മുമ്പിൽ സ്റ്റെപ്പിന്റെ അവിടെ ഈ വണ്ടികളൊക്കെ പോകുമ്പോ നേരെ വീടിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറും. ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെയല്ല. അപ്പൊ വണ്ടി വന്നാൽ സ്പീഡ് തെറിച്ച് ഞങ്ങളുടെ അകത്തോട്ടൊരു ചെളി വെള്ളം തെറിക്കും. അപ്പൊ കുറച്ച് ഞങ്ങൾ റോഡിന്റെ ആൾക്കാരെ വിളിച്ച് കാണിച്ചെടുത്തു. അപ്പൊ അവരെ ഉടനെ ഈ ഓട്ട വലുതാക്കി ഇട്, അപ്പൊ താഴേക്ക് വെള്ളം പൊക്കോളുന്ന അവർ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ സ്റ്റെപ്പ് വരെ ഇന്നലെ വെള്ളം കയറിയിരുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ ദുരിതമാണ്. മഴ പെയ്ത ദുരിതമാണ്. ശരി ലിഷോയ്, ഏതായാലും കടുത്ത ദുരിതത്തിലാണ് പ്രദേശവാസികൾ മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടാം തവണയാണ് ഒരു മാസത്തിൽ വീണ്ടും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്.